നമസ്കാരം. നമ്മുടെ അക്കൗണ്ടന്മാരുടെ ഒരു സംശയമാണ് ഇന്ത്യൻ അക്കൗണ്ട്സും ഫോറിൻ അക്കൗണ്ട്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ അക്കൗണ്ട്സും ഫോറിൻ അക്കൗണ്ട്സും തമ്മിലല്ല വ്യത്യാസം, അക്കൗണ്ട്സ് ചെയ്യുന്ന കാര്യത്തിലാണ് വ്യത്യാസങ്ങളുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് IAS സ്റ്റാൻഡേർഡിലാണ്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. എന്നാൽ ഗൾഫിലും മറ്റു മിക്ക രാജ്യങ്ങളിലും ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് IFRS സ്റ്റാൻഡേർഡിലാണ്. അക്കൗണ്ട്സ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒരു 40ഓളം വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒരു വ്യത്യാസം ഡിപ്രീസിയേഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ ഡിമിനിഷൻ മെത്തേഡ് രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഗൾഫിൽ ഇത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇമ്പയർമെന്റ് ഒന്നും റിപ്പോർട്ടിൽ കാണാറില്ല, എന്നാൽ ഗൾഫിൽ ഇമ്പയർമെന്റ് കാണാറുണ്ട്. മറ്റൊരു ഡിഫറൻസ്, സബ്സിഡറി ബുക്സ് ഒന്നും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ ഗൾഫിൽ ഉപയോഗിക്കാറില്ല. അവിടെ ഒരു ജേണൽ വോച്ചർ കൊണ്ട് നമുക്ക് എല്ലാ ബുക്കുകളെയും കൺട്രോൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ടാക്സ് ആണ്. നമ്മുടെ നാട്ടിൽ GST ആണ്, ഗൾഫിൽ വാറ്റും CIT-യും ജക്കയും ഉണ്ട്. 4 രാജ്യങ്ങളിൽ GCC-യിൽ വാറ്റ് നടപ്പാക്കിയപ്പോൾ ഖത്തറും കുവൈത്തും അത് നടപ്പാക്കാതെ വിട്ടുനിന്നിട്ടുണ്ട്. അപ്പോൾ 4 GCC കൺട്രിയിലാണ് ഇപ്പോൾ വാറ്റ് ഉള്ളത്. ഗൾഫിലെ പല രാജ്യങ്ങളിലും CIT ഉണ്ട്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ജക്കയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൾഫിലേക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്നുവെങ്കിൽ ഈ ടാക്സുകളെല്ലാം നിർബന്ധമായി പഠിച്ചതിന് ശേഷം പോകുക. മറ്റൊരു ഡിഫറൻറ്റ് ആണ്, ഗൾഫിലാണെങ്കിൽ PDC റിസീവബിളും ഉണ്ടാവും, PDC പേയബിളും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഇത് കാണാറില്ല. മറ്റൊന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്, അതായത് LC. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മിക്ക ബിസിനസ്സുകളിലും മിക്ക കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ കമ്പനികളിൽ ഇവ യൂസ് ചെയ്യുന്നത് കാണാറില്ല. മറ്റൊന്നാണ് ലെറ്റർ ഓഫ് ഗ്യാരണ്ടി. ഗൾഫിലെ മിക്ക കമ്പനികളും ലെറ്റർ ഓഫ് ഗ്യാരണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. മറ്റൊന്നാണ് ടെൻഡർ ബോണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, പക്ഷേ ഗൾഫിൽ ഇത് മിക്ക കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ഏതൊരു ട്രാൻസാക്ഷൻ നടക്കാന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും ആ ട്രാൻസാക്ഷന്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാവും. ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മുടെ നാട്ടിൽ അത് എല്ലാ ട്രാൻസാക്ഷനെ കൂടെയും കാണാറില്ല. മറ്റൊന്നാണ് വൗച്ചേഴ്സ്. പല രീതിയിലുള്ള വൗച്ചേഴ്സും ഫോറിൻ അക്കൗണ്ട്സിൽ നമ്മൾ തയ്യാറാക്കേണ്ടതും അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നാമമാത്രമായിട്ടുള്ള വൗച്ചേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമ്മുടെ അക്കൗണ്ടർമാർക്കോ നമ്മുടെ ബിസിനസ് ഓണേഴ്സിനോ അറിയാത്ത സംഭവമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് ഗൾഫിലെ ബിസിനസ്സിൽ കൂടുതലായി യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് കൊമേഴ്സ്യൽ ഇൻവോയ്സ്. ഇതും ഗൾഫിലെ ബിസിനസ്മാർ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്യുന്നത് കാണാറില്ല. മറ്റൊന്നാണ് പ്രൊഫോമ ഇൻവോയ്സ്. ഇതും ഗൾഫിലെ കമ്പനികൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്യുന്നത് കാണാറില്ല. മറ്റൊരു ഡിഫറൻ്റ് ആണ് വേജ് പ്രൊട്ടക്ട് സിസ്റ്റം, അതായത് WPS. GCC-യിലെ എല്ലാ രാജ്യങ്ങളും ഇത് നടപ്പാക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ആരും ചെയ്യുന്നത് കാണാറില്ല. മാത്രമല്ല നമ്മുടെ കമ്പനികളിൽ, ചെറിയ കമ്പനികളിലൊന്നും ഇത് നിർബന്ധവുമില്ല, ഇത് ആരും ചെയ്യാറുമില്ല. മറ്റൊന്നാണ് പേറോൾ മാനേജ്മെന്റ്. പേറോൾ മാനേജ്മെന്റ് ചെയ്യേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് കൂടുതൽ ജോലി സാധ്യത ഉള്ളത് സ്മാൾ, മീഡിയം, ലാർജ് കമ്പനികളാണ്. അവിടെ HR ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന വകുപ്പുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ ഒരു അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും അതുപോലെ HR ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പേറോൾ മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗൾഫിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ പോകുക. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ 100 പൈസയാണ് ഒരു രൂപയെങ്കിൽ ഗൾഫിലെ പല രാജ്യങ്ങളിലും 1000 ദിർഹമാണ്, അല്ലെങ്കിൽ 1000 ഹലാലാണ് ഒരു ദിർഹം. പല രാജ്യങ്ങളിലും 100 ദിർഹമും 100 ഹലാലയും ഒരു ദിർഹമായിട്ടുള്ള രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ പോകുന്നത് ഏത് രാജ്യത്തേക്കാണോ ആ രാജ്യത്തെ ഒരു റിയാൽ അല്ലെങ്കിൽ ഒരു ദിർഹം എത്രയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ആ രാജ്യത്തേക്ക് പോകുക. മറ്റൊരു ഡിഫറൻസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഗൾഫിലും യൂറോപ്പിലുമെല്ലാം ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിംഗ് റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. ഈ റിപ്പോർട്ടിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. മറ്റൊന്നാണ് സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. നമ്മുടെ നാട്ടിൽ സൺട്രി ഡെറ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സും എല്ലാം പറയുമ്പോൾ ഗൾഫ് രാജ്യത്തും മറ്റുള്ള രാജ്യങ്ങളിലും അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട് റിസീവബിൾ ആണ്. മറ്റൊന്നാണ് ഗ്രാറ്റുറ്റി. നമ്മുടെ നാട്ടിൽ ഒരു എംപ്ലോയി ജോലി നിർത്തി പോണ സമയത്ത് അവന് ഗ്രാറ്റുറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൾഫിൽ ഇത് എൻഡ് ഓഫ് സർവീസ് ആണ്. അതും ആ രാജ്യത്തെ ഗൾഫിലെ ലേബർ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതും ആ എംപ്ലോയിക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. മറ്റൊന്നാണ് മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട്. ഗൾഫിലെ മിക്ക കമ്പനികളും മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിലെ കമ്പനികൾ ഇത് തയ്യാറാക്കുന്നത് കണ്ടിട്ടില്ല. മറ്റൊന്നാണ് ലീവ് സെറ്റിൽമെന്റ്. ഒരു സ്റ്റാഫ് ലീവിന് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ സെറ്റിൽമെന്റ് ആസ് പെർ ലേബർ ലോ പ്രകാരം തയ്യാറാക്കേണ്ടത് ഒരു അക്കൗണ്ടന്റ് ആണ്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചെയ്യുക. പക്ഷേ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എവിടെയാണ്?
മീഡിയം സ്മാൾ ലാർജ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടന്റ് ഇത് നിർബന്ധമായി പഠിച്ചിരിക്കണം. മറ്റൊന്നാണ് ഫൈനൽ സെറ്റിൽമെന്റ്. നേരത്തെ പറഞ്ഞു എൻഡ് ഓഫ് സർവീസ്. ആ എൻഡ് ഓഫ് സർവീസ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൈനൽ സെറ്റിൽമെന്റ് തയ്യാറാക്കേണ്ടത് അക്കൗണ്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്യേണ്ടതെങ്കിലും എല്ലാ കമ്പനികളിലും HR ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടതും അക്കൗണ്ടന്റ് ആണ്. മറ്റൊന്നാണ് സാലറി റിപ്പോർട്ട്. നമ്മുടെ ചെറിയ കമ്പനികളിലൊന്നും ഒരുപക്ഷെ സാലറി കൊടുക്കുന്ന സമയത്ത് അത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗൾഫിൽ ഇത് അങ്ങനെയല്ല. ഓരോ മാസവും സാലറി റിപ്പോർട്ട് തയ്യാറാക്കി അത് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. പേയ്മെന്റ് കൊടുക്കുന്നതെല്ലാം പിന്നീടായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് തയ്യാറാക്കി എങ്ങനെയാണ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കാം. മറ്റൊന്നാണ് ഓവർ ടൈം റിപ്പോർട്ട്. സാലറി റിപ്പോർട്ട് പോലെ തന്നെ ഓവർ ടൈം റിപ്പോർട്ടും ആ രാജ്യത്തെ ലേബർ നിയമങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് നമ്മുടെ നാട്ടിൽ സെയിൽസ് റിട്ടേണും സെയിൽസ് പർച്ചേസും എല്ലാം ഒരു ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ ഗൾഫിൽ ഇത് പൊതുവെ തയ്യാറാക്കാറില്ല. ഇത് നേരിട്ട് ഇൻവെന്ററിയിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. മറ്റൊന്ന് പറഞ്ഞു, നമ്മൾ ഒരു ഹൈ സാലറി ഉള്ള ജോബ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അക്കൗണ്ട്സിങ്ങിന്റെ കൂടെ സെയിൽസും പർച്ചേസും HR എല്ലാം പഠിച്ചിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെങ്കിൽ അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും HR ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ ഒരു മീഡിയം സ്മാൾ ലാർജ് കമ്പനികളിൽ മിക്കവാറും ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റിനോട് മാനേജർ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ, സാലറി ഉണ്ടാക്കാൻ പറയുമ്പോൾ, ഓവർ ടൈം ഉണ്ടാക്കാൻ പറയുമ്പോൾ, സെയിൽസിന്റെ ഇൻവോയ്സ് അടിക്കാൻ പറയുമ്പോൾ, കൊട്ടേഷൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ, പർച്ചേസിന്റെ കൊട്ടേഷൻ തയ്യാറാക്കാൻ പറയുമ്പോൾ, പർച്ചേസ് ഓർഡർ തയ്യാറാക്കാൻ പറയുമ്പോൾ, ഇൻവോയ്സുകൾ തയ്യാറാക്കാൻ പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹൈ സാലറി ഉള്ള ഒരു അക്കൗണ്ടന്റ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശദമായ ഒരു സിലബസ് മാസ്റ്റർ ഓഫ് അഡ്വാൻസ്ഡ് ഫോറിൻ അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ വിത്ത് AI എന്ന ഈ കോഴ്സിലൂടെ OCOM അക്കൗണ്ട്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.